ഇനി ബ്രൂവറി വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ബ്രൂവറി വിവാദത്തിൽ എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി. പദ്ധതിയെക്കുറിച്ച് ബിനോയ് വിശ്വത്തോട് വിശദീകരിച്ചു. പദ്ധതി കൊണ്ട് ജലദൗർലഭ്യം ഉണ്ടാകില്ലെന്ന് എം.ബി. രാജേഷ് അറിയിച്ചു. പദ്ധതിയെ ബിനോയ് വിശ്വം എതിർത്തില്ല. 2 ദിവസം മുമ്പ് MN സ്മാരകത്തിലെത്തിയാണ് ബിനോയ് വിശ്വത്തെ കണ്ടത്. സെയ്ഫ് സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരും. സെയ്ഫ്, എന്തായാലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ CPI സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി എം.ബി. രാജേഷ് അറിയിച്ചു എന്ന് പറയുമ്പോൾ CPIയുടെ ഒരു പിന്തുണ കൂടി ഈ പദ്ധതിക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ജിൽസി, അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം CPIയുടെ പ്രാദേശിക നേതൃത്വത്തിന് അവിടെ ചില എതിർപ്പുകൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അവർ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ, ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ ഇതിൽ പരസ്യമായി തന്നെ രംഗത്ത് വന്നുകൊണ്ട് ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ വിവാദം ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് 2 ദിവസം മുമ്പാണ് അദ്ദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നതിന് തൊട്ട് മുമ്പാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തെ MN സ്മാരകത്തിലെത്തി നേരിട്ട് കണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത്. ജല ദൗർലഭ്യം ഉണ്ടാകും എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല. ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. തുടങ്ങിയ കാര്യങ്ങൾ നേരിട്ട് കണ്ട് തന്നെ എം.ബി. രാജേഷ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് വിശദീകരിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വലിയ പ്രതിഷേധങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടും CPIയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന്, അതായത് സംസ്ഥാന സെക്രട്ടറിയുടെയോ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിമാരുടെയോ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് ഉയർന്നു വരാതിരുന്നത്. ഇതിനിടയിൽ പന്ന്യൻ രവീന്ദ്രന്റെ ഒരു പ്രതികരണം വന്നിരുന്നു. പക്ഷേ അത് ഒരു സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പായി നമുക്ക് പരിഗണിച്ചെടുക്കാൻ കഴിയില്ല. മുതിർന്ന നേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയതാണ്. ഈ നേതൃനിരയിലുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരോ എതിർപ്പ് രേഖപ്പെടുത്താതെ ഇരുന്നത് ഒരുപക്ഷെ മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞതിനെ വിശ്വാസത്തിലെടുത്തത് കൊണ്ടായിരിക്കാം. ജിൽസി, തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ വലിയ വിമർശനങ്ങൾക്കിടയിലും ഭരണകക്ഷിയായ CPIയുടെ ഒരു പിന്തുണ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കാൻ CPMന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രാദേശിക തലത്തിൽ CPI നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും സംസ്ഥാന നേതൃത്വം ഈ പദ്ധതി അനുകൂലിച്ച് കൂടെ നിൽക്കാനുള്ള സാധ്യത തന്നെയാണ്. അത്തരം ഒരു കൂടിക്കാഴ്ച എം.ബി. രാജേഷ് CPI സംസ്ഥാന സെക്രട്ടറിയുമായി നടത്തിയിരിക്കുന്നു. അതിന് ആ കൂടിക്കാഴ്ചയിൽ ഈ പദ്ധതിക്കെതിരെ അദ്ദേഹം ഒരു തരത്തിലുള്ള ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചു. മറ്റൊരു എതിർപ്പും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടിയാണ് ഈ സമയത്ത് ലഭിക്കുന്നത്.